ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പോയിൻ്റർ അരിത്മെറ്റിക് എന്ന് പറയുന്ന ഭാഗമാണ്. പോയിൻ്ററെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. അത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനും ഉപയോഗിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇപ്പം പോയിൻ്ററിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻസാണ് ഈ പോയിൻ്റർ അരിത്മെറ്റിക് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പോയിൻ്റർ അരിത്മെറ്റിക്കിൻ്റെ ബേസിക്സിലേക്ക് നമുക്ക് പോകാം. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ്. ലാസ്റ്റ് ഇയർ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് അറേയ്സ്. നമ്മൾ അറേയ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ, എ എലമെൻറ്റ് ഓഫ് ആൻ അറേ ആർ റെഫറൻസ്ഡ് യൂസിങ് corresponding subscripts. An example, an array can be declared as int a square bracket 5. ഇതാണ് നമ്മൾ അറേയെക്കുറിച്ച് പഠിച്ചേക്കുന്ന കാര്യം. അപ്പോൾ അറേ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 സൈസുള്ള ഒരു അറേ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 5 ഇൻറ്റിജർ മെമ്മറി ലൊക്കേഷൻസ് കാണും. ആ ഇൻറ്റിജർ മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5x4, കാരണം ഒരു ഇൻറ്റിജറിന് 4 ബൈറ്റാണ് വേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ 20 ബൈറ്റ് ആയിരിക്കും മൊത്തം ആവശ്യമുള്ളത്. അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് നോക്കാം. int a(5) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡെക്സുകൾ എന്ന് പറയുന്നത് a(0) മുതൽ a(4) വരെ ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. The array can store 5 integer values. So there are 5 memory locations. The address of each element is added by 4 because integer values need 4 bytes. A0 എന്ന് പറയുന്നത് ഈ 0-ലാണ്. മൊത്തം ഞാൻ അഡ്രസ്സ് പറയുന്നില്ല. 7FFF971017 ഈ 0-ലാണ് ഫസ്റ്റ് അഡ്രസ്സ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 4 കൂട്ടിയിട്ടായിരിക്കും രണ്ടാമത്തെ അഡ്രസ്സ്, അതിൻ്റെ കൂടെ 4 കൂട്ടിയിട്ടായിരിക്കും എട്ടാമത്തെ അഡ്രസ്സ്. ഇനി അറേയിലെ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിനെ പറയുന്ന പേര് ബേസ് അഡ്രസ്സ് എന്നാണ് പറയുന്നത്. ഒരു അറേക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കാണും. അപ്പോൾ 5 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇവിടെ E0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ E0+4 ആണ് രണ്ടാമത്തെ മെമ്മറി ലൊക്കേഷൻ. E0+8 കാരണം 2 × 4 അങ്ങനെ 8. മൂന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ 3 × 4 12. E0+12 അതാണ് EC എന്ന് പറയുന്നത്. ദെൻ 16 ആഡ് ചെയ്യുമ്പോഴാണ് അത് F0 ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് അറേയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം. എന്ന് വെച്ചാൽ അറേ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അതിനകത്ത് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ എലമെൻറ്റ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ദെൻ ഓരോ അറേയിലെ ഓരോ എലമെൻറ്റും നമ്മൾ ഇതേവരെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഇൻഡെക്സ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡെക്സിൻ്റെ സ്റ്റാർട്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സൈസ് -1 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത് ഒരു അറേക്ക് ഒരു ബേസ് അഡ്രസ്സ് കാണും. ബേസ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അഡ്രസ് ഓഫ് ദ സ്റ്റാർട്ടിങ് എലമെൻറ്റ് ഈസ് കാൾഡ് ബേസ് അഡ്രസ്. ഇനി നമുക്ക് ആ അറേ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഒന്ന് നോക്കാം. അപ്പോൾ A(5) എന്ന് പറഞ്ഞ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ സം കാണാൻ വേണ്ടിയിട്ട് 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ 5 വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നു. ഇൻ A(5) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A(0)യിലേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A(0), A(1), A(2), A(3), A(4) എന്ന് പറയുന്ന അറേയിലെ 5 മെമ്മറി ലൊക്കേഷനകത്തേക്ക് കുറേ വാല്യൂസ് എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ചെയ്യുന്നു. ദെൻ S = S + A(5) എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും A(5)യുടെ വാല്യൂ എസിനകത്തേക്ക് കൂടെ ആഡ് ചെയ്യും. ദെൻ ഇവിടെ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുക. 0x എന്ന് പറയുന്നത് എൻ്റെ ഹെക്സാഡെസിമലാന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ E0 അവിടെ 34, E4-ൽ 56, E8-ൽ 78, EC-ൽ 12, F0-ൽ 34. അപ്പം നമ്മൾ നോക്കിയാൽ മതി ഇല്ലേ. E0-ൽ 34, E4-ൽ 56, ദാറ്റ് മീൻസ് A(1). അപ്പോൾ ഇതാണ് ഓരോ അറേ എലമെൻറ്റും അതിൻ്റെ അഡ്രസ്സും എന്ന് പറയുന്നത്. അപ്പോൾ അറേയിൽ 5 എലമെൻ്റ് ഉണ്ടെങ്കിൽ 5 എലമെൻറ്റിനും ഓരോ അഡ്രസ്സ് കാണും. 10 എലമെൻ്റ് ഉണ്ടെങ്കിൽ 10 എലമെൻറ്റിനും ഓരോ അഡ്രസ്സ് കാണും. ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. നമുക്ക് കാണാമല്ലോ E0 മുതൽ F0 വരെ 16 മെമ്മറി ലൊക്കേഷൻ. ഇത്
നമുക്ക് A(100) എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് 100 മെമ്മറി ലൊക്കേഷൻ കണ്ടെയ്നർ. അന്നേരം E0 മുതൽ എത്രയായിരിക്കും വരുന്നത്? ലാസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് E0 പ്ലസ് 100 ഇൻറ്റു 4, കാരണം 100ാമത്തെ സെല്ല്, ദെൻ ഒരു സെല്ലിൻ്റെ ബൈറ്റ് എന്ന് പറയുന്നത് 4, അന്നേരം 400. E0യുടെ കൂടെ 400 ആഡ് ചെയ്യുന്നതായിരിക്കും ലാസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഓൺ പോയിൻറ്റേഴ്സ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ക്യാൻ ബി പെർഫോംഡ് ഓൺ പോയിൻറ്റേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം? അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു അറേ എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റർ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ആ പോയിൻ്റർ വേരിയബിളിനകത്തേക്ക് അറേയുടെ ബേസ് അഡ്രസ്സ്, ദാറ്റ് മീൻസ് E0യിൽ അവസാനിക്കുന്ന അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചു. സോ അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് മെമ്മറി ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യും. പോയിൻ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ? പോയിൻ്റർ ഈസ് എ വേരിയബിൾ വിച്ച് സ്റ്റോർസ് ആൻ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ ആൻഡ് ഇറ്റ് പോയിൻറ്റ്സ് ടു ദ മെമ്മറി ലൊക്കേഷൻ, അല്ലേ? അപ്പോൾ അന്നേരം P എന്ന് പറയുന്നത് അറേയിലെ ആദ്യത്തെ എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ അന്നേരം P+0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ. അന്നേരം 7FFF971017 E0 + 0 എന്ന് പറയുന്നത് തന്നെ ഏത് സംഖ്യയുടെയും കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു പോയിൻ്ററെ നമ്മൾ സാധാരണ രീതി അറേ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ നമുക്കൊരു പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരേ പോയിൻ്റർ, അന്നേരം ആ പോയിൻ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ആദ്യം AF0 ആയിരിക്കണം, ദെൻ AF1 ആയിരിക്കണം, അങ്ങനെ AF4 വരെ ആകണം. സോ അങ്ങനെ ആവണമെങ്കിൽ അതിൻ്റെ കൂടെ, ദാറ്റ് മീൻസ് P+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ല ആഡ് ചെയ്യുന്നത്, പകരം P+1 × 4 ആണ് ആഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒന്നാമത്തെ മെമ്മറി ലൊക്കേഷൻ ഇൻറ്റു 4 ബൈറ്റ്. 4 ബൈറ്റാണ് ഒരു അഡ്രസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു അറയിലെ എലമെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 ബൈറ്റാണ്. കാരണം 4 ബൈറ്റ് ചേർന്നിട്ടാണ് AF0, അടുത്ത 4 ബൈറ്റ് ചേർന്നിട്ടാണ് AF1, അടുത്ത 4 ബൈറ്റ് ചേർന്നിട്ടാണ് AF2, അടുത്ത 4 ബൈറ്റ് ചേർന്നിട്ടാണ് AF3, അടുത്ത 4 ബൈറ്റ് ചേർന്നിട്ടാണ് AF4. അപ്പം ഇങ്ങനെ ഓരോ എലമെൻറ്റും 4 ബൈറ്റ് വീതം ചേർന്നതാണ്. അപ്പം അന്നേരം ഇതൊന്ന് നോക്കിയേ. ഇപ്പം ഇവിടെ AF0യെ പോയിൻ്റ് ചെയ്യണമെങ്കിൽ Pയുടെ ബേസ് അഡ്രസ്സ്, ദാറ്റ് മീൻസ് അറേയുടെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നു? പോയിൻ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ നമ്മൾ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, 1 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് Pയുടെ വാല്യൂ എന്ന് പറയുന്നത് E4 ആയി. സോ E4 ആകുമ്പോഴത്തേക്ക് അത് രണ്ടാമത്തെ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ AF1നെ പോയിൻ്റ് ചെയ്യുന്നു. ഇനി 2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് മൂന്നാമത്തെ മെമ്മറി ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യുന്നു. ദെൻ 3 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് 4ാമത്തെ മെമ്മറി ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ 4 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 16 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തിനേക്ക് പോയിരുന്നു? 5ാമത്തെ മെമ്മറി ലൊക്കേഷനകത്തേക്ക്, 4ാമത്തെ മെമ്മറി ലൊക്കേഷനകത്തേക്കും. 5 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് 5ാമത്തെ മെമ്മറി ലൊക്കേഷനകത്തേക്കും പോയിൻ്റ് ചെയ്യും. മനസ്സിലായല്ലോ ഈ പറഞ്ഞത്? നമ്മൾ ഒരു അറേ എടുക്കുകയാണെങ്കിൽ അറേക്ക് ഒരു ബേസ് അഡ്രസ്സ് കാണും. ആ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു പോയിൻ്റർ യൂസ് ചെയ്യാം. ആ പോയിൻ്ററിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അറേയിലെ ഓരോ എലമെൻറ്റും നമുക്ക് ആക്സസ് ചെയ്യാം. സോ ഇത് നമുക്ക് adding on to a pointer is not the same as adding on to an integer or float data type. When we add on to an integer pointer, the expression returns the address of the next location of integer type. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് P+4, അന്നേരം ബേസ് അഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ 4ാമത്തെ മെമ്മറി ലൊക്കേഷൻ. സോ 4ാമത്തെ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ 16. ഇവിടെ 12 എന്നാണ് കൊടുത്തേക്കുന്നത്, അതിന് പകരം അത് 16 ആയിട്ട് നിങ്ങൾ വായിക്കുക. 4 × 4 ദാറ്റ് മീൻസ് 16. ആ 16 ആണ് യഥാർത്ഥത്തിൽ അവിടെ ആഡ് ചെയ്യപ്പെടുന്നത്. സോ ബേസ് അഡ്രസ്സിൻ്റെ കൂടെ 16 നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. സോ നോ അതർ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് ഓൺ പോയിൻറ്റേഴ്സ്. So we can conclude that pointers are only incremented or decremented. When we decrement 1 from a pointer variable, it points to the previous memory location. അപ്പോൾ 1 ഡിക്രിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അഡ്രസ്സ് 4 കുറയും. 2 പോയിൻ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലോ 2 × 4 8 കുറയും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക്
ഒരു പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരറയിലെ എല്ലാ എലമെൻറ്റും നമുക്ക് ആക്സസ് ചെയ്യാം. അതിൻ്റെ ബേസിക് കാരണം എന്ന് പറയുന്നത് അറേ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ്. സോ അറയിലെ ഓരോ എലമെൻറ്റും അതിൻ്റെ സൈസിനനുസരിച്ച്, അതിൻ്റെ ഡേറ്റ ടൈപ്പിനനുസരിച്ചായിരിക്കും അതിൻ്റെ സൈസ്. അപ്പം ഒരേ ഇൻറ്റിജർ ആണെങ്കിൽ എല്ലാ മെമ്മറി ലൊക്കേഷനും 4 ബൈറ്റ് ആയിരിക്കും. ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ് ആയിരിക്കും. ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ് ആയിരിക്കും. ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ് ആയിരിക്കും. അപ്പോൾ അന്നേരം 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്? 1x4 അല്ലെങ്കിൽ 1 സൈസാണ് എന്ത് ചെയ്യുന്നത്. ജനറലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ആഡ് 1 to a pointer variable, it points to the next memory location because we are adding 1 into size of single memory location. അപ്പോൾ അന്നേരം ഡബിൾ ആണെങ്കിൽ എത്രയായിരിക്കും ആഡ് ചെയ്യപ്പെടുന്നത്? 1x8 ആയിരിക്കും. അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു അറേ ഉണ്ട്. സോ അതിൻ്റെ ബേസ് അഡ്രസ്സ് P സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 10ാമത്തെ മെമ്മറി ലൊക്കേഷൻ 10 ആഡ് ചെയ്യുകയാണ്. സോ 10 ആഡ് ചെയ്യുകയാണെങ്കിൽ P = P+10. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? P = P+10 into സൈസ്. ഇൻറ്റിജർ ആണെങ്കിൽ സൈസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഫ്ലോട്ട് ആണെങ്കിൽ 4 ആയിരിക്കും. ക്യാരക്ടർ ആണെങ്കിൽ 1 ആയിരിക്കും. ഡബിൾ ആണെങ്കിൽ 8 ആയിരിക്കും. അത്രയായിരിക്കും അഡ്രസ്സ് വേരി ചെയ്യുന്നത്. ഇനി അത് നമുക്കൊരു ഒരു പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ എൻ്റർ 5 വാല്യൂസ് നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാമാണ്. അതിന് പകരം ഇവിടെ ഇൻഡെക്സിന് പകരം പോയിൻ്റർ അരിത്മെറ്റിക് യൂസ് ചെയ്തിരിക്കുന്നു. ഒന്ന് നോക്കിയേ. int i = 0, i less than 5, i++. സീൻ വാല്യൂ അറ്റ് അഡ്രസ് P+i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ കൂടെ ഐ ആണ് ആഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആദ്യത്തെ തവണ 0 ആഡ് ചെയ്യും. അങ്ങനെ P+0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെയായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് മെമ്മറി ലൊക്കേഷനെ തന്നെയായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ദെൻ P+1 ആണെങ്കിലോ സെക്കൻഡ് മെമ്മറി ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ആലോചിച്ചാൽ മതി. പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടെ ഐ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് പോയിൻറ്റ്സ് ടു ദ ith മെമ്മറി ലൊക്കേഷൻ വേർ ഐ വേരീസ് ഫ്രം 0 to size -1. ഓക്കെ, ഇവിടെ ഐ എന്ന് പറയുന്നത് ഇൻഡെക്സിൻ്റെ പോലെ തന്നെ. ഇൻഡെക്സ് എത്രയാണോ അത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അറയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് നമുക്കറിയാമല്ലോ, AF0 ആണ്. അപ്പോൾ അതിന് പകരം P+0, AF1 പകരം P+1, AF2 പകരം P+2. സോ ഇവിടെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഉപയോഗിച്ചേക്കുന്ന അറേ തന്നെയാണ്, AF5 തന്നെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ നമ്മൾ S = S+ AF5 ഇവിടെയും സം കാണപ്പെടുന്നുണ്ട്. സം എന്ന് പറയുന്നത് എന്തിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്? AF5യുടെ വാല്യൂ. അന്നേരം AF5യും വാല്യൂ അറ്റ് അഡ്രസ് P+iയും എന്താണ്? സെയിം ആണ്. നമുക്കത്രയേ ഉള്ളൂ. AF5 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്ങും വാല്യൂ അറ്റ് അഡ്രസ് P+i എന്ന് പറയുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് തന്നെയാണ്. കാരണം വാല്യൂ അറ്റ് അഡ്രസ് P+i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P എന്ന് പറയുന്നതിൻ്റെ കൂടെ ഐ ആഡ് ചെയ്യുന്നു. സോ പിയുടെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് പോയിൻറ്റ്സ് ടു ദ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ. സോ പിയുടെ കൂടെ ഐ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ ഇറ്റ് പോയിൻറ്റ്സ് ടു ദ ith മെമ്മറി ലൊക്കേഷൻ അല്ലേ. സോ വാല്യൂ അറ്റ് അഡ്രസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടുത്തെ വാല്യൂ അത് തന്നെയാണ് AF5. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായി അത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഓർത്താൽ മതി. AF5യും P+iയും സെയിമാണ്. ഇനി വീണ്ടും നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂ അറ്റ് അഡ്രസ് P+i ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെയും ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് Pക്കകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഐ എന്ന് പറയുന്നത് പ്രിൻറ്റ് വാല്യൂ അറ്റ് അഡ്രസ് P+i എന്ന് പറയുമ്പോൾ i 0 ആകുമ്പോൾ P+0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ മെമ്മറി ലൊക്കേഷൻ, P+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ മെമ്മറി ലൊക്കേഷൻ, P+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് പോലെ തന്നെ അത്ര ഓർത്താൽ മതി. ഇൻഡെക്സിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വാല്യൂ അറ്റ് അഡ്രസ് P+i. അറേക്ക് പകരം അറേ നെയിം ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇൻഡെക്സിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്താൽ മതി? വാല്യൂ അറ്റ് അഡ്രസ് P+i എന്ന് റീപ്ലേസ് ചെയ്താൽ മതി. കാരണം P എന്ന് പറയുന്ന പോയിൻ്ററാണ്. അതിൻ്റെ കൂടെ ഐ എന്ന് പറയുന്ന സൈസ് ആഡ് ചെയ്യുന്നു. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു യഥാർത്ഥത്തിൽ 4 ആണ്. ഐ ഇൻറ്റു 4 ആണ്. P = P+i × 4. അതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ദെൻ അവിടുത്തെ വാല്യൂ, അതിന് വേണ്ടിയിട്ട് വാല്യൂ അറ്റ് അഡ്രസ് യൂസ് ചെയ്യുന്നു. അപ്പം അന്നേരം നമുക്ക്
ഇതാണ് പോയിൻ്ററിൻ്റെ അടുത്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ പോയിൻ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പഠിച്ചത് ഡൈനാമിക് മെമ്മറി അലൊക്കേഷനാണ്. ഒരു പോയിൻ്ററിനകത്തേക്ക് ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. സോ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം. ആ അഡ്രസ്സ് നമുക്ക് പോയിൻ്ററിനകത്ത് സ്റ്റോർ ചെയ്യാം. ദെൻ അത് ആ പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡൈനാമിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മെമ്മറി ലൊക്കേഷനെ ആക്സസ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു അറേ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ അറേയുടെ ബേസ് അഡ്രസ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കിയേ. പി ഈസിക്കൽ ടു എ, ബേസ് അഡ്രസ് ഓഫ് ദ അറേ ഈസ് സ്റ്റോർഡ് ഇൻ എ അറേ നെയിം. കാരണം പി എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളാണ്. ആ പോയിൻ്റർ വേരിയബിളിനകത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ബേസ് അഡ്രസ്, ഫസ്റ്റ് എ ഓഫ് സീറോയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. അന്നേരം പി ഈസിക്കൽ ടു അഡ്രസ് ഓഫ് എ ഓഫ് സീറോ എന്ന് പറയുന്നതും പി ഈസിക്കൽ ടു എ എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം അറേ നെയിം ഇറ്റ് സെൽഫ് ഈസ് എ പോയിൻ്റർ. അറേ നെയിം എന്ന് പറയുന്നത് തന്നെ ഒരു പോയിൻ്ററാണ്. ഇവിടെ നമ്മൾ പി ഉപയോഗിക്കണമെന്നൊന്നുമില്ല. വാല്യൂ അറ്റ് അഡ്രസ് എ പ്ലസ് ഐ എന്ന് ഉപയോഗിച്ചാലും മതി. കാരണം ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ അറേയുടെ പേരിൽ ഒരു പോയിൻ്റർ കാണും. അത് ഡീഫാൾട്ടായിട്ട് കമ്പൈലർ ഡിഫൈൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അന്നേരം എ ഓഫ് ഐ ആൻഡ് വാല്യൂ അറ്റ് അഡ്രസ് പി പ്ലസ് ഐ ഈസ് സെയിം. എ ഓഫ് ഐ എന്ന് പറയുന്നതും വാല്യൂ അറ്റ് അഡ്രസ് പി പ്ലസ് ഐ എന്ന് പറയുന്നതും സെയിം ആണ്. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ബേസ് അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ പി. ബേസ് അഡ്രസ് എന്ന് പറയുന്നത് പിക്കകത്ത്, ബേസ് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡൈനാമിക് അറേയെക്കുറിച്ച് നമുക്ക്